എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് അറിയായിരിക്കും. എല്ലാം ശരിയാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നാറില്ലേ സത്യത്തിൽ ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ? ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ഉള്ള സ്നേഹം കുറഞ്ഞു പോയോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാറില്ലേ? ഇപ്പോഴും പണ്ടത്തെ സ്നേഹം ഉണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ ചില സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ എല്ലാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് സ്നേഹമുണ്ടെന്ന്. പക്ഷേ നിങ്ങളുമായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അത്രയ്ക്ക് ഒരു അടുപ്പം തോന്നുന്നില്ല, അവർ പ്രകടിപ്പിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ അറിയോ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് അവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. അത് ഉപബോധ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളായിരിക്കുമല്ലോ സത്യമായിട്ടുള്ള വികാരങ്ങൾ, അല്ലേ? അപ്പോൾ നമ്മളിന്ന് അതാണ് നോക്കാൻ പോകുന്നത്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ്, അവരേറ്റവും അഗാധമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഇന്ന് വരെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് എന്താണ് തോന്നുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള സത്യമായ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഉള്ള സത്യമായ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഉപബോധ മനസ്സിൽ അവർക്കായിട്ടുള്ള സത്യമായ ഫീലിംഗ് എന്താണ് എന്ന് പറഞ്ഞു. എടുക്കട്ടെ. 8 of Wands. ശരി. Page of Pentacles. ഓക്കെ, Page of Wands സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? Queen of Wands. King of Wands, excellent. Emperor, Star, Two of Cups, രണ്ട് കാർഡ് വന്നേ. Knight of Pentacles, excellent. 3 of Pentacles, ശരി, കുഴപ്പമില്ല. 9 of Pentacles, Empress, Page of Cups. ഏറ്റവും ഉപബോധ മനസ്സിൽ ഉള്ളത് എന്താണ്? നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയണം അവർക്ക്. നിങ്ങളുടെ വേറെ ബോക്സിൽ നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്താലും എല്ലാം, എത്ര പേജിൻ്റെ എല്ലാ കാർഡ്സും ഉണ്ട്. 8 of Wands കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ. നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അവർ എപ്പോൾ മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചാൽ മതി. അത്രയ്ക്ക് തീവ്രമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. എപ്പോഴും ഇവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ്, ഇവർ മെസ്സേജ് വരുമോ, മെസ്സേജ് അയക്കുമോ, മെസ്സേജ് അയച്ചിട്ടില്ലേ, എന്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജസ് വീണ്ടും ആലോചിക്കുക. അവരുടെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ശബ്ദം എല്ലാം, നിങ്ങൾ തമ്മിൽ നടത്തിയ സംസാരങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും, അതെല്ലാം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് കാണുന്നത്. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സംസാരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് ഒരേ റീഡിങ്ങിൽ വരുന്നത് കാരണം നമ്മൾ എന്താ പറയുക, അവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങളെ അവർ
അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി അവരുടെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എന്നും നിലനിൽക്കണമെന്ന് തന്നെ അവർ കരുതുന്നു. നിങ്ങൾക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണെന്ന് അവർക്കറിയാം. അവർക്കും നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ആവട്ടെ, എന്താ നിങ്ങളെന്ന് പറഞ്ഞ ആ വ്യക്തിയെ, അതിൻ്റെ ഓരോ അണുവും അവർക്ക് ഇഷ്ടമാണ്. തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അവരെങ്ങനെയാണോ അവരെ അതേപോലെ സ്വീകരിച്ച് അവരെ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവരോട് സ്നേഹമാണ്, അട്രാക്ഷനാണ്, ബഹുമാനമാണ്, എല്ലാമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് അവരുടെ മനസ്സ്, അവരുടെ ബോധ മനസ്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ നിങ്ങളെ പ്രതി വല്ലാത്ത ഒരു പ്രൊട്ടക്റ്റീവ്നെസ്സാണ് അവർക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ. കാരണം അവർ നിങ്ങളെ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള സ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നോക്കി ചെയ്തു തരണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നോക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ്. അത് എപ്പോഴും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. ഓരോ കാര്യത്തിനും ഇവർ ഓടി എത്തുന്നുണ്ടാവും. അവരുടെ ഉപബോധ മനസ്സിൽ അത് തന്നെയാണ് അവരുടെ ചിന്ത. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗ്യ ദേവതയാണെന്നാണ് അവർ കരുതുന്നത് കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് വന്നതിന് ശേഷമാണ് അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. എല്ലാം ഇവർ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സ് അത് മനസ്സിലാക്കുന്നു. നിങ്ങളാണ് അവരുടെ ലക്ക് എന്നുള്ളത്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടൊരു സന്തോഷം, ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് അവർ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളെ കാണുമ്പോൾ. എപ്പോഴും റീയൂണിയനെ പറ്റിയുള്ള ചിന്തയാണ്. ഇപ്പോൾ വന്ന് കണ്ടു പോയി, സംസാരിച്ചു പോയി, വീണ്ടും അടുത്തത് എപ്പോൾ കാണാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും തീവ്രമായ ആഗ്രഹം അതാണ്. നിങ്ങളെപ്പോഴും കാണണം, നിങ്ങളെ കാണുമ്പോൾ കൈകോർത്ത് ഇരിക്കണം, ഒരുപാട് സംസാരിക്കണം, അതങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിൽ ഏറ്റവും തീവ്രമായ ആഗ്രഹം. നിങ്ങളെ എപ്പോഴും കാണണം എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ് എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. എത്ര എഫേർട്ട് വേണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എടുക്കാം. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, എന്ത് തന്നെ ആയാലും, തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, എന്ത് തന്നെ ആയാലും അതെല്ലാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. എന്തെങ്കിലും ആലോചിക്കാം എന്ന് നമ്മൾ ചിന്തിക്കില്ലേ, ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഓക്കെ. പക്ഷേ അവർ ചിന്തിക്കുന്നത് വെച്ചാൽ ഒരു കൂട്ടായ്മ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രശ്നവും സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് വരണം എന്നുള്ള രീതിയിൽ, മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. അതേപോലെ സ്വന്തം കാര്യങ്ങളെ പറ്റിയും അവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതായത് സേവിങ്സ്, ജോലിയിൽ ഉന്നമനം, അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ സ്വന്തം കാര്യവും ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് അവർ കരുതുന്നത്. അവർക്കൊരു ബെനിഫിറ്റ് വരുമ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാകണം എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തും പറയുന്നുണ്ടാവും, സെൽഫ് റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ എന്താ പറയുക, പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കണം, സ്വന്തമായിട്ട് സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തും അവർ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അത് അവരുടെ സബ് കോൺഷ്യസിൽ ഏറ്റവും ഇതായിട്ടുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തും തല താഴ്ത്തി നിൽക്കേണ്ടി വരരുത് എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ചിന്തയായിട്ട് കാണുന്നു. ഓക്കെ. നിങ്ങളവരുടെ മനസ്സിൽ, അവരുടെ ബോധ മനസ്സിൽ അവരുടെ എന്താ പറയുക, ഒരു എംപ്രസാണ്. അതായത് റീപ്ലേസ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ അവർക്ക് ലൈഫിൽ ആരും വേണ്ട, ഒന്നും വേണ്ട എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. ഓക്കെ. അവർ ഓൾറെഡി പറഞ്ഞു, അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ മതി എന്ന് തന്നെയാണ് അവരുടെ ബോധ മനസ്സ് ചിന്തിക്കുന്നത് കേട്ടോ. മനോഹരമായ ചിന്തകളാണല്ലോ. അവരുടെ സബ് കോൺഷ്യസിലും നിങ്ങൾ എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലായോ? നിങ്ങളവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഫാമിലിയോട് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളവരുടെ കുടുംബമാണ്, ആ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗാണ് അവർക്ക് പ്രബലമായിട്ട് നിൽക്കുന്നത് കേട്ടോ. വല്ലാതെ ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു വരിക,
ഭയങ്കരമായിട്ട് മനസ്സ് വിങ്ങുന്ന പോലെ ആവുക, ഓവർവെൽഡ് ആവുക, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. വല്ലാത്ത മിസ്സിങ് എനർജി അവർക്ക് എപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ ഇപ്പം കാണണമെന്നൊക്കെ തോന്നും. എപ്പോഴും കാണാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല, പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങളെ ഇപ്പം കാണണം, ഇപ്പം കാണാൻ പറ്റണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു ഒബ്സഷൻ പോലെയാണ് കേട്ടോ, ഒരു അഡിക്ഷനാണ്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. എത്ര നിങ്ങൾ ഒഴിവാക്കി പോയാൽ പോലും അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറകെ വന്ന് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാന്നിധ്യമാണ് അവരുടെ ലൈഫിൽ. ഓക്കെ, ഒരു അഡിക്ഷൻ പോലെയാണ് നിങ്ങൾ. അവരുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കാതെ, നിങ്ങളെ കാണാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് ഇനി അങ്ങോട്ട് നല്ല കാലമായിരിക്കും. നിങ്ങളുടെ റിലേഷൻ ഒരു നല്ല രീതിയിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെ അവർ കരുതുന്നു എന്നും കാണുന്നു കേട്ടോ. ചില സാഹചര്യങ്ങളിൽ അവർ ഓവറായിട്ട് സ്നേഹം പുറമേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി അങ്ങനെയാണ്. ചില സാഹചര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവർ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതുകൊണ്ടാണല്ലോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാൻ വന്നത്. ഇവർ വളരെ പാസീവായിട്ടായിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും ഇടയ്ക്കിടയ്ക്ക്, ഇവർ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അവരങ്ങനെയല്ല. അവർ പുറമേക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയാത്ത വ്യക്തികളാണ്. ഓക്കെ, ഓവറായിട്ട് സ്നേഹം കാണിക്കാനോ പ്രകടിപ്പിക്കാനോ ഒന്നും അറിയില്ല അവർക്ക്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല കാലമാണ്. അവിടെ വീണ്ടും കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വീണ്ടും ഒരു പാർട്ട്ണറാണ് കാണുന്നത്. അതവർ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. നിങ്ങൾ തന്നെയാണ് അവരുടെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അവർ തറപ്പിച്ച് പറയുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഞാൻ പറയണോ? അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയണോ? ഏസ് ഓഫ് കപ്സ് ഉള്ളിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എത്രമാത്രം സ്നേഹം ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളവർക്കായിരിക്കാം അവർ ചിന്തിക്കേണ്ടത് വളരെ കോഷ്യസ് ആയിട്ട്, വളരെ സൂക്ഷിച്ച് വേണം, വളരെ ഗോപ്യമായിട്ട് വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നും അവരുടെ ഉപബോധ മനസ്സ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്കായിരിക്കും ഇത്. ഓക്കെ, വളരെ ഗോപ്യമായിട്ട് ആരും അറിയാതെ സൂക്ഷിച്ച് വേണം ഓരോ കാല് എടുത്ത് വെക്കാൻ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു ദോഷം വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ അവർക്കും അപ്പുറത്തും അവർ ശ്രദ്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടി റിലേഷൻ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഇടയ്ക്ക് വേറെ ശബ്ദം വന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കട്ടാക്കി കേട്ടോ. എനിക്ക് ലാസ്റ്റ് കിട്ടിയ കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. ബാക്കിൽ ഭയങ്കര ഹോണടി വന്നപ്പോൾ എനിക്കൊന്ന് കട്ടാക്കേണ്ടി വന്നു. ഐ എം സോറി. അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എക്സ്പ്ലനേഷൻ, നിങ്ങളെ വളരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നവർ കരുതുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം അവരുടെ ഉപബോധ മനസ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേറെ ആരെയും നോക്കണ്ട. അവർക്ക് എന്ത് സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കും, വേറെ ആരും കൂടെ ഇല്ലെങ്കിലും എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയാണ് എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. എന്ത് സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ വന്നാലും അവരുടെ കൂടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ലൊരു കമ്പാനിയനായിട്ട് നിങ്ങൾ കൂടെ നിർത്താൻ സാധിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അവരുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തും കൂടെയാണ് നിങ്ങൾ. അവർക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് യാതൊന്നുമില്ല എന്ന് തന്നെ അവർ കരുതുന്നു. ഓക്കെ, ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനർജി ക്ലെയിം ചെയ്തോളൂ. 222 ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലിട്ട് ക്ലെയിം ചെയ്യുക കേട്ടോ. ഡിവൈന് താങ്ക്സും പറയും. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.